ഇന്ന് മെയ് 8 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഫഹദിന്റെ ബ്ലോക്ക് ബസ്റ്റർ റെക്കോർഡ് വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ ആവേശം. ചിത്രം കാത്തിരിപ്പിനൊടുവിൽ മെയ് 9 ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. മികച്ച കളക്ഷനോടെ ഇപ്പോഴും തിയേറ്ററുകളിൽ മുന്നേറുന്ന സിനിമയുടെ OTT റിലീസ് ആദ്യം മലേഷ്യയിലായിരിക്കും, അതായത് ഇന്ത്യക്ക് പുറത്തായിരിക്കുമെന്നാണ് ലഭ്യമായ വിവരം. ആദ്യം വിദേശ രാജ്യത്തെ OTT റിലീസ്, പിന്നെ അതിനുശേഷമായിരിക്കും ഇന്ത്യയിലെ സിനിമയുടെ OTT റിലീസ് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ആവേശം OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. ഈ ആഴ്ചയിലെ മറ്റ് OTT റിലീസുകളിലേക്ക് വരികയാണെങ്കിൽ കാൾവൻ എന്ന GV പ്രകാശ് നായകനെത്തിയ സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ മെയ് 10 OTT റിലീസ് ചെയ്യുകയാണ്. തെൻകോട്ടയാണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരു തെലുഗു ഹൊറർ ത്രില്ലർ സിനിമ ഗീതാഞ്ജലി മല്ലി വചന്തി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് മെയ് 8 രാത്രി 7 മണിയോടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അഞ്ജലി നായികവേഷത്തിലെത്തിയ സിനിമ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ തെലുഗു ഭാഷയിൽ മാത്രമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. റോമിയോ എന്ന വിജയ് ആന്റണി നായകനെത്തിയ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ മെയ് 10 OTT റിലീസ് ചെയ്യുകയാണ്. തമിഴ് കൂടാതെ ആമസോൺ പ്രൈം തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ ലഭ്യമാകുന്നതാണ്. ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ഒരു ഹിന്ദി സിനിമയാണ് 8 AM മെട്രോ എന്ന സിനിമ. ചിത്രം നാളെ അർദ്ധരാത്രി 12 മണിയോടെ മെയ് 10 തന്നെ C5 OTT റിലീസ് ചെയ്യുന്നതാണ്. ആറാമത്തേത് തമിഴിൽ നിന്നും OTT റിലീസിനൊരുങ്ങുന്ന ദി ബോയ്സ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം അടുത്ത ആഴ്ച മെയ് 14 ആയിരിക്കും OTT റിലീസ് ചെയ്യുക. തമിഴ് ആണ് OTT പ്ലാറ്റ്ഫോം. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമയാണ് ഒരു പേര് ഭൈരവഗുണ. ചിത്രം നേരത്തെ തെലുഗു ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ തമിഴ് ഭാഷയിൽ കൂടി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ദിലീപ് നായകനെത്തി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ പവി കെയർ ടേക്കർ. നേരത്തെ തന്നെ സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയത്. ചിത്രം വരുന്ന ജൂലൈ മാസം OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്ത മഞ്ഞുമൽ ബോയ്സ്, OTT റിലീസ് ചെയ്യാനിരിക്കുന്ന ആടുജീവിതം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾക്ക് ശേഷമേ പവി OTT റിലീസ് ചെയ്യുകയുള്ളൂ. പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പവി കെയർ ടേക്കർ ലഭ്യമാകുന്നതാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ട്.